പിന്നെ എന്റെ ചോദ്യം അതാണ്. ChatGPT കൊണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് ആരിഫിന്റെ ഇപ്പം വീഡിയോ ഇട്ടല്ലോ, ആരിഫ് ഹുസൈന്റെ വീഡിയോ ഇട്ടല്ലോ. പക്ഷെ നമ്മൾ ഇതിൽ കാണുമ്പോൾ ഈ തീവ്രവാദത്തിന് മുമ്പിൽ ഇസ്ലാമാണെന്ന് വെച്ചിട്ട് ഇവർ കണക്ക് പറയുന്നുണ്ടല്ലോ. അതിനോടുള്ള ഒന്ന് പ്രതികരണം എന്ന് പറഞ്ഞാൽ നന്നായി. ഇത് പിന്നെ ഒരു പക്ഷേ ഇത് കാണുമ്പോൾ പല ആളുകൾക്കും തോന്നാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. അതായത് ChatGPT മുമ്പിൽ ചോദിച്ച് വയലന്റ് റിലീജിയൻ എന്ന് പറയിപ്പിക്കാൻ ശ്രമിച്ചു, അതൊക്കെ പാളിപ്പോയി. പക്ഷെ എന്നാലും ഇവര് തീവ്രവാദത്തിൽ മുസ്ലിങ്ങളാണ് മുന്നിൽ എന്ന ഒരു കണക്ക് പറയുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ ChatGPT ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടന്നിട്ടുള്ള ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് കൊടുത്ത കണക്ക് എന്ന് പറയുന്നത് ഫോണ്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പേപ്പറാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു റൈറ്റ് വിംഗ് അതായത് മുസ്ലിങ്ങളെ ഡെമോണൈസ് ചെയ്യാൻ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള, അതായത് പിന്നെ യൂറോപ്പിലെ BJP എന്ന് ഓർമ്മിച്ചാൽ മതി, അല്ലെങ്കിൽ യൂറോപ്പിലെ സംഘപരിവാർ എന്ന് പറയുന്നതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നല്ലത്. യൂറോപ്പിലെ ഇവിടെയുള്ള സംഘപരിവാർ എങ്ങനെയായിരിക്കും പേപ്പേഴ്സ് ഇറക്കുക, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും സ്റ്റഡീസ് ഉണ്ടാക്കുക? സ്വാഭാവികമായിട്ടും അവര് പറയുന്ന കുറച്ച് നെറേറ്റീവ്സ് ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആഭ്യന്തര ശത്രുക്കളാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും മിഷനറിമാരും ഇവര് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണെന്നുള്ളതാണ് അവരുടെ ഐഡിയോളജി. സ്വാഭാവികമായിട്ടും ആ ആഭ്യന്തര ശത്രുക്കൾ പ്രശ്നക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ പലതും ചെയ്യും. ഈവൻ ഏതുവരെ ചോദിച്ചാൽ ഗുജറാത്ത് കലാപത്തിന് പോലും കാരണം ഉണ്ടാക്കിയ ആൾക്കാരാണ് സംഘപരിവാർ എന്ന് പറയും. ഇതേപോലെ യൂറോപ്പിലുള്ള കുറച്ച് സംഘപരിവാർ എന്നുള്ള സംഘടനയല്ല, മറിച്ച് അവിടെയുള്ള റൈറ്റ് വിങ്ങുകാര് അവിടെ ഉള്ള അവരുടെ നെറേറ്റീവ് പുഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് ആണ് ഈ പറഞ്ഞ സംഭവങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവർക്ക് അവിടെയുള്ള പിന്നെ വാദം എന്താണ്? അത് യൂറോപ്പിനെ നശിപ്പിക്കാൻ വരുന്നത് ഇസ്ലാമാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഇവിടുന്ന് കെട്ടിക്കണം. ഇതാണ് യൂറോപ്പിലുള്ള പിന്നെ റൈറ്റ് വിങ്ങിന്റെ മൊത്തത്തിലുള്ള ഐഡിയോളജി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? അതിൻ്റെതായ കണക്കുകൾ ഉണ്ടാക്കും. അതാണ് ഇവർ ഉദ്ധരിച്ച കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. രണ്ടാമത്തത്, ഇനി ഈ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്, അതുപോലെ തന്നെ ടെററിസ്റ്റ് സംഘടനകൾ, ചില ആൾക്കാരൊക്കെ നമ്മുടെയൊക്കെ ഈ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് സംഘടനകൾ ഏതാണ്, അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്കുകൾ നടക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ടെററിസം ഇൻഡെക്സ് അല്ലെങ്കിൽ ടെററിസ്റ്റ് സംഘടനകളായി ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് ഓരോ ഗവൺമെന്റുകൾ അതിനെ ടെററിസ്റ്റ് സംഘടനയായി ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ കണക്കിലേക്ക് അത് വരിക. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ടെററിസ്റ്റ് സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ അൽ-ഖായിദ, ഐസിസ്, അതുപോലെ തന്നെ ബോക്കോ ഹറാം, ഇങ്ങനെയുള്ള കുറെ സംഘടനകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പൊ അവരൊക്കെ തീർച്ചയായും അവരെല്ലാം തീവ്രവാദ സംഘടനകളാണ്. കാരണം എന്താ? അത് പ്രത്യേകിച്ചും ഇത് കൂടുതലുള്ളത് സിറിയ, അതുപോലെയുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമാണ് ഉള്ള ഗവൺമെന്റുകൾ, അതായത് മുസ്ലിം ഗവൺമെന്റുകൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് ഇസ്ലാമിക് അല്ലെങ്കിൽ മുസ്ലിം ഗവൺമെന്റുകൾ തന്നെ ഇവരെ ടെററിസ്റ്റ് സംഘടനയായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഇനി ഒരാളെ കൊന്നാലും അതെന്ത് ചെയ്യും? ഈ ടെററിസം എന്നുള്ളതിന്റെ കണക്കിലേക്ക് പെടും. എന്നാൽ മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലൊക്കെ നടത്തുന്ന ഇത്തരം ഓരോ കൃത്യവും ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് ടെററിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ കോളത്തിലേക്ക് എണ്ണം ചേർക്കപ്പെടും. എന്നാൽ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് വെച്ചാൽ വേറെയും ഒരുപാട് സംഘടനകളുണ്ട്. ഉദാഹരണത്തിന് ക്രൈസ്തവ പിന്നെ സായുധ സംഘടന എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ KKK എന്ന് പറയുന്ന ഒരു സംഘടന നമുക്ക് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു തീവ്രവാദ ഭീകര സംഘടനയാണ്. അതുപോലെ തന്നെ ലോർഡ്സ് റെസിസ്റ്റൻസ് ആർമി എന്ന് പറഞ്ഞുകൊണ്ടുള്ള, ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ നമുക്ക് പലയിടങ്ങളിലായിട്ട് അയർലൻഡിൽ, അതുപോലെ തന്നെ യൂറോപ്പിൽ, അതുപോലെ തന്നെ അമേരിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് പ്രത്യേകിച്ച് നൈജീരിയയിൽ, ആഫ്രിക്കയിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള സംഘടനകൾ കാണാൻ സാധിക്കും. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ പലപ്പോഴും ഈ സെക്യുലർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ റൈറ്റ് വിങ് അങ്ങനെയുള്ള ഗവൺമെന്റുകളോ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ KKK പോലും എന്തില്ല, ഒരു ടെററിസ്റ്റ് സംഘടനയായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർ ആളുകളെ കൊല്ലും. പക്ഷെ കൊല്ലുന്നത് എന്തായിരിക്കും? എന്തെങ്കിലും ആഭ്യന്തരമായ പ്രശ്നം, ആഭ്യന്തരമായ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ കണക്കുകൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഹിന്ദുത്വ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇപ്പൊ ഒരുപാടെണ്ണം നമുക്ക് ഓരോ ദിവസം ഓരോ പേരിലാണ് ഇത് വരിക. ശ്രീരാം സേന, ബജ്രംഗ് ദൾ, പിന്നെ RSS, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ പല ഓരോ ദിവസത്തിൽ ഇപ്പോ പശുവിന്റെ പേരിലുള്ള കൊലപാതകം ഓരോരുത്തരും ഓരോ സംഘടന ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക. അപ്പം ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞതുപോലെ മതത്തിന്റെ പേരിൽ തന്നെയുള്ള അക്രമങ്ങളാണ്. പക്ഷെ അതൊന്നും എന്തേതില്ല, ഈ പറഞ്ഞ ബജ്രംഗ് ദൾ ആകട്ടെ, ശ്രീരാം സേന ആകട്ടെ, ഇങ്ങനെയുള്ള സംഘടനകളാകട്ടെ ഒന്നും ടെററിസ്റ്റ് സംഘടനയായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന കൂട്ടക്കൊലപാതകങ്ങളും, അതുപോലെ തന്നെ ഈവൻ ഗുജറാത്ത് കലാപം നടന്നു, അതുപോലെ തന്നെ ഡൽഹി കലാപം നടന്നു, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പല കലാപങ്ങൾ നടന്നു. പല സ്ഥലങ്ങളിലും ആയിരങ്ങൾ വരെ കൊല്ലപ്പെട്ടു. പക്ഷെ അതൊന്നും ടെററിസ്റ്റ് അറ്റാക്കുകളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കിൽ വരുമോ? ഇല്ല.
അപ്പോ അതൊക്കെ ഈ ആഭ്യന്തര പിന്നെ കലാപങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശികമായ സംഘടനകൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഇപ്പൊ നമ്മുടെ മീഡിയയിലൊക്കെ ഉള്ള കുറെ വാർത്തകളുണ്ട്. ഇങ്ങനെയുള്ള കുറെ പേരുകളിലാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്. ഇനി അതേപോലെ തന്നെ ബുദ്ധ സംഘടനകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ പിന്നെ 969 എന്ന് പറയുന്ന മ്യാൻമറിലൊക്കെയുള്ള പിന്നെ ബുദ്ധ ഭീകര സംഘടനകൾ, അഷിൻ വിരാതുവിന്റെ സംഘടന, അതുപോലെ തന്നെ മറ്റു പല അരാക്കൻ ആർമി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ബുദ്ധ ഭീകര സംഘടനകളുണ്ട്. അവരെയൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഭീകര സംഘടനകളായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ആളുകളെ കൊല്ലുന്നുണ്ട്, പക്ഷെ അതൊന്നും എന്തല്ല ഭീകരവാദത്തിന്റെ കണക്കുകളിൽ പെടില്ല. ഓക്കെ, പിന്നെ ഇപ്പൊ ഇതിൽ വളരെ ക്ലിയർ ആണ്. അതായത് മുസ്ലിം പേരുള്ളവർ നടത്തിയാൽ മാത്രമേ അത് ഭീകര ആക്രമണങ്ങളായിട്ട് എന്ത് ചെയ്യുള്ളൂ, ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോ ഈ കണക്ക് ടാലിയിൽ എടുത്ത് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ ചെയ്താലാണ് അത് ഭീകരവാദമാകുക. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണെന്ത്, ഭീകരവാദങ്ങളിൽ മരിച്ചവരുടെ എണ്ണത്തിൽ ഈ മുസ്ലിം ഭീകര സംഘടനകൾ മാത്രമല്ലേ കാണുള്ളൂ. ആദ്യം തന്നെ നമ്മളൊരു ക്രൈറ്റീരിയ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ മുസ്ലിം ചെയ്താൽ അല്ലെങ്കിൽ മുസ്ലിം സായുധ സംഘങ്ങൾ ചെയ്താലേ അത് ടെററിസ്റ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് അതെന്താ പിന്നെ വേറെ ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ഒരു ഉദാഹരണം കൂടി പറയാം. മറ്റ് ഈ സംഘടനകളല്ലാത്തതൊക്കെ പിന്നെ ചെയ്യുന്നത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിരിക്കും. സ്റ്റേറ്റ് സ്പോൺസേർഡും എന്ത് ചെയ്യില്ല, ഈ ഭീകരതയുടെ കണക്കിൽ പെടില്ല. സിമ്പിൾ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഹമാസ് എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്തു, അത് ഗസയിൽ അധികാരത്തിൽ ഇരിക്കുന്നവർ കൂടിയാണ്. എന്തായാലും ആ സംഘടന ഇസ്രായേലിൽ പോയി 1200 ആളുകളെ കൊന്നു. ഓക്കെ, അത് നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സിവിലിയൻസിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ എനിവേ ആ 1200 എന്നുള്ളത് എന്തിൽ പെടും, ടെററിസ്റ്റ് അറ്റാക്കിൽ പെടും. തിരിച്ച് 75,000-ഓളം ആളുകളെ കൊന്നു, അത് ഈ ടെററിസ്റ്റ് അറ്റാക്കിൽ പെടൂല. അപ്പോ രണ്ട് ഭാഗത്തുള്ള ടാലി നോക്കുക. ഇപ്പുറത്ത് എന്താണ്, ഇസ്ലാമിക് ടെററിസ്റ്റ് 1200, ഇപ്പുറത്ത് ജൂത ടെററിസ്റ്റ് 0. കാരണം എന്താ, അതൊരു സ്റ്റേറ്റ് നടത്തിയതാണ്, ഇസ്രായേൽ നടത്തിയതാണ്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് നടത്തിയതാണ്. ഇപ്പുറത്ത് 1200, ഇപ്പുറത്ത് 0. ശരിക്കും ഇപ്പുറത്തെ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, 75,000 ആളുകൾ. ടാലിയിൽ എത്ര വരിക, ടെററിസ്റ്റ് അറ്റാക്കിന്റെ അല്ലെങ്കിൽ ടെററിസത്തിന്റെ ടാലിയിൽ എത്ര വരിക, 0. ഇപ്പുറത്ത് 1200. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ ശരിയാണ്. മുസ്ലിങ്ങൾ ചെയ്താൽ മാത്രമേ അത് ടെററിസ്റ്റ് ആവുള്ളൂ. ടെററിസത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ മുസ്ലിങ്ങളെ വരുന്നുള്ളൂ. അങ്ങനെ നോക്കിയാൽ അത് ശരിയാണ്. അല്ലാതെ ഫാക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ക് ഒരിക്കലും ശരിയല്ല. എല്ലാ മതത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ വയലന്റ് ആയി പ്രതികരിക്കുന്ന ആളുകളുണ്ട്, സായുധമായി സംഘടിക്കുന്ന ആളുകളുണ്ട്, ആളുകളെ കൊല്ലുന്ന ആളുകളുണ്ട്. അത് ആര് ചെയ്താലും തെറ്റാണ് എന്നുള്ള കാര്യത്തിലേക്ക് വരാനാണ് വേണ്ടത് എന്നുള്ളതാണ് അതിൽ ചുരുക്കി പറയാനുള്ളത്.